നമ്മൾ നേരത്തെ പുറത്തെ കാര്യങ്ങളാണ് എടുത്തത്. ഇതിപ്പോ ഈ മനയുടെ പൂവാണ്. നിങ്ങൾ പറഞ്ഞ ചാരുശാലയൊക്കെ കാണാം. ഫോക്കസ് ചെയ്ത് ചാരുശാല ചില സിനിമകളിലെ ചില നായക കഥാപാത്രങ്ങളൊക്കെ ഓർമ്മ വരും. എന്നാലും ഇത് പൂമുഖമാണ്. പണ്ട് ഇവിടെ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ ഇവിടെ നല്ല വെറ്റിലും മുറുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇതിന്റെ ഉമ്മറപ്പടി, കട്ട്ള, ആ മ്യൂറൽ എടുക്കും കേട്ടോ. മനോഹരമായിട്ട് മ്യൂറൽ ഉണ്ട് ഇവിടെ. മനസ്സിലാക്കാൻ ഇവിടെ വന്ന് കയറുമ്പോ 8 കെട്ടാണെന്ന് പറഞ്ഞു. അതൊരു കെട്ട്, ഇത് വേറൊരു കെട്ടാണ്. നമുക്ക് ഇടത്തെ ആദ്യ കെട്ടിലേക്ക് ആദ്യം പോവാം. ഇത് നടത്തളം, നടുത്തളവും നടുമുറ്റമൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുണ്ട് വായനാമുറി പുസ്തകം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പുസ്തകങ്ങൾ സൂക്ഷിക്കാനും വായിക്കാനും. പണ്ടത്തെ ഉപയോഗം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇന്നിപ്പോൾ വായനാമുറിയായിട്ടാണ് ഇത് ക്ലാസിഫൈ. ഇവിടെ ഇതിവിടുത്തെ അറയാണ്. ഈ അറയുടെ അകത്തൊരു വെച്ചുപൂജയുണ്ട്. ഇവിടെ ഒരു ഭഗവതി പ്രതിഷ്ഠയുണ്ട്. അവിടെ വിളക്ക് കൊളുത്തുന്ന സ്ഥലമാണ്. ഇതുകൊണ്ടാണ് എക്സ്റ്റീരിയർ എടുക്കുന്ന നേരത്തെ ഞാൻ പറഞ്ഞു നോൺ ബാക്കിയൊന്നും ഇവിടെ കേട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇവിടെ വെച്ചുപൂജയും വിളക്ക് കൊളുത്തിലുള്ളത് ഇവിടെ ഇല്ല. ഇത് ഏതൊരു പഴയ ചീനഭരണിക്ക് വേണം കരുതാൻ. പിന്നെ നമുക്ക് കണ്ടിട്ട് കറങ്ങി വരുമ്പോ പഴയ രീതിയിലായിട്ട് ഇവിടെ ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുറികളാണ്. ഇവിടുന്ന് അകത്തേക്ക് പോയാലും മുറികളാണ്. ഇത് വലത്ത് ഭാഗത്ത് ഇപ്പോൾ ഇവർ താമസിക്കാനുള്ളൊരു മുറിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പഴയ ഉപയോഗം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം അത് വിസ്താരഭയം കൊണ്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഇവിടെ വരും. ഇതെല്ലാം പഴയ ഡിസൈനിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇത് വടക്കറ എന്ന് എഴുതിയത് വടക്കേ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. വടക്കറ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോക്കി മച്ചക മാളിക, മുകളിൽ മാളിക സങ്കല്പം വന്ന് മച്ചക മാളിക എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് മറ്റൊരു മുറിയാണ്. ഇവിടെ മറ്റൊരു മുറിയുണ്ട്. ഇവിടെ നമ്മുടെ ഒരു അല്ലെങ്കിൽ തെക്കിന് സങ്കല്പം എന്ന് പറയാം. തെക്കിന് സങ്കല്പത്തിന് മുകളിലേക്ക് കയറി ഇനി ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് മുകളിലെ മുറികളും വലിയൊരു തളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കുറച്ച് അടുത്തൊരു അവസരത്തിൽ നമുക്കിത് പറയാം. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം.